കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാഷണൽ അപ്പോസ്തോലിക് മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. നാം ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത് 18-ാം സങ്കീർത്തനത്തിൻ്റെ തന്നെ ഏതാനും വാക്യങ്ങളാണ്. ഇവിടെ 29-ാമത്തെ വാക്യം മുതൽ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ദൈവത്തിൻ്റെ വഴി തികവുള്ളത്, യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്. തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയാകുന്നു. യഹോവയല്ലാതെ ദൈവം ആരുള്ളൂ? നമ്മുടെ ദൈവം ഒഴികെ പാറയാരുള്ളൂ? എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എൻ്റെ വഴി കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ. അവൻ എൻ്റെ കാലുകളെ മാൻപേടെ കാൽക്ക് തുല്യമാക്കി എൻ്റെ ഗിരികളിൽ എന്നെ നിൽക്കുമാറാക്കുന്നു. അവൻ എൻ്റെ കൈകൾക്ക് യുദ്ധാഭ്യാസം വരുത്തുന്നു, എൻ്റെ ഭുജങ്ങൾ താമ്രചാപം കുലയ്ക്കുന്നു. നിൻ്റെ രക്ഷയെന്ന പരിചയെ നീ എനിക്ക് തന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ എഫേസ്യ ലേഖനത്തിൽ തന്നിരിക്കുന്ന സർവായുധ വർഗത്തെക്കുറിച്ചാണ് ഓർക്കുന്നത്. അപ്പോൾ ദാവീദ് ഇവിടെ ഒരു യോദ്ധാവായിട്ട് ശരിയായിട്ടുള്ള ആ യുദ്ധക്കളത്തിലേക്കാണ് ദാവീദ് പോകുന്നത്. അനേക ശത്രുക്കളൊക്കെയുണ്ട്, എന്നാൽ അവരെയൊക്കെ നേരിടാനുള്ള ശക്തി എനിക്ക് ദൈവം തരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ദാവീദ് യുദ്ധക്കളത്തിലേക്ക് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാകാം. നമുക്കറിയാം, അവിടെ ആ മല്ലനെ ഗോലിയാത്തിനെ നേരിടുമ്പോൾ തന്നെയും പറഞ്ഞിട്ടുണ്ട്, നീ വടിയും വാളുമൊക്കെ ആയിട്ട് വരുന്നു, ഞാൻ നിൻ്റെ എതിരെ വരുന്നത് യഹോവയുടെ നാമം എടുത്തുകൊണ്ടാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നാം ഇവിടെ വായിച്ചത്. ദൈവമാണ് എനിക്ക് ശക്തി തരുന്നത്, അവൻ്റെ വചനങ്ങൾ ഊതിക്കഴിച്ചതാണ് എനിക്കത് ശക്തി പകരുന്നു, ധൈര്യം പകരുന്നു. അതുപോലെ തന്നെ എന്താ പറയുന്നത്, അവൻ എനിക്ക് പരിചയമാണ്, എന്നെ സംരക്ഷിക്കുന്നത് അവനാണ്. യഹോവയല്ലാതെ ഒരു ദൈവവുമില്ല, എൻ്റെ സകല ശക്തിയുടെയും സ്രോതസ് യഹോവ തന്നെയാണ്. അതുപോലെ തന്നെ പറയുന്നു, എനിക്ക് എപ്പോഴെങ്കിലും ഒരു അഭയം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ദൈവമാകുന്ന പാറയിലേക്കാണ് പോകുന്നത്. അവിടെ എനിക്ക് ശത്രുവിൽ നിന്നും അഭയമുണ്ട്. അവിടെ അവൻ എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുന്നു, എൻ്റെ വഴി എനിക്ക് കാണിച്ചു തരുന്നു. അതുപോലെ തന്നെ പറയുന്നത്, എൻ്റെ കാലുകളെ മാൻപേടെ കാൽക്ക് തുല്യമാകും. എന്താ അതിൻ്റെ അർത്ഥമെന്ന് വെച്ചാൽ, വളരെ പ്രയാസമുള്ള ദുർഘട സ്ഥലങ്ങളിൽ കൂടെയാണ് പോകുന്നതെങ്കിലും എങ്ങനെ ഒരു മാൻപേട ഓടിച്ചാടി കുന്നുകൾ കയറി ശത്രുവിൽ നിന്നും രക്ഷപ്പെടുന്നുവോ, അതുപോലെ തന്നെ എനിക്ക് കർത്താവ് വേഗത തരുന്നു. ഞാൻ ശത്രുവിനെ അടുത്തു നിന്നും ഓടി രക്ഷപ്പെടുന്നു, ശത്രുവിനെ തോൽപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. എന്നാൽ പുതിയ നിയമസഭയിൽ പൗലോസ് അപ്പോസ്തലൻ എന്താണ് ഈ യുദ്ധമുറകളെക്കുറിച്ച് പറയുന്നതെന്ന് നോക്കാമെന്ന്. ഇവിടെ പറയുന്നത്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ദാവീദ് പറഞ്ഞതുപോലെ തന്നെ അവനാണ് നമ്മുടെ ശക്തി, അവനാണ് നമ്മുടെ പാറ, അവനിലാണ് ബലം ഏറ്റെടുക്കേണ്ടത്, അവനിൽ നിന്നുമാണ്. അതുപോലെ പിശാചിൻ്റെ തന്ത്രങ്ങളുണ്ടല്ലോ, അതിനെ എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കർത്താവിൻ്റെ സർവായുധവർഗം ധരിച്ചു കൊള്ളുക. സർവായുധവർഗം വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ഉറച്ചു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും വേണം മുന്നോട്ട് പോകാനെന്ന്. അപ്പോൾ ഇവിടെ മാൻപേടെ കാലിന് തുല്യമാക്കിയെന്ന് പറയുന്നത് പോലെ നാം ഈ പോർക്കളത്തിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടത് കർത്താവിൻ്റെ ആ വചനം മറ്റുള്ളവരോട് പറയുവാനുള്ള ഒരുക്കം നമ്മളിലുണ്ടായിരിക്കണം എന്നാണ്. അതുപോലെ തന്നെ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും സത്യം വേണം, നീതി വേണം. അപ്പം സത്യത്തെ അരയ്ക്ക് കെട്ടിക്കൊള്ളണം. വാസ്തവത്തിൽ സത്യമെന്ന് നാം പറയുമ്പം ക്രിസ്തുവിൻ്റെ ശക്തിയെ നാം അരയ്ക്ക് കെട്ടിക്കൊള്ളണം.
നീതി എന്ന കവചം, ദൈവത്തിൻ്റെ നീതി എങ്ങനെയാണ് ലഭിക്കുന്നത്? വിശ്വാസത്താലാണ് ആ നീതി ലഭിക്കുന്നത്. അതുപോലെ തന്നെ ദുഷ്ടൻ്റെ തീയമ്പുകളെ കെടുക്കുവാൻ തക്കതായ വിശ്വാസമെന്ന പരിചയം എടുത്തുകൊള്ളണം. അപ്പം ദുഷ്ടൻ്റെ തീയമ്പുകൾ വരുമ്പോൾ അതിനെ തടുത്ത് നിൽക്കാൻ അല്ലെങ്കിൽ എതിർത്ത് പറയാനായിട്ട് വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കണം. അതാണ്. അതുപോലെ തന്നെ രക്ഷ എന്ന ശിരസ്ത്രം. എന്താണ് രക്ഷ എന്ന ശിരസ്ത്രം? ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്. ആ ചിന്ത എപ്പോഴും നമ്മളുടെ ഉള്ളിലുണ്ടായിരിക്കണം. അതാണ് നമ്മുടെ ശിരസ്ത്രം. ശിരസ്ത്രം എന്ന് പറഞ്ഞാൽ തലയെ കവർ ചെയ്യുന്നതാണല്ലോ ശിരസ്ത്രം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ചിന്തകളും വിചാരങ്ങളും എല്ലാം ദൈവത്തിൽ അധിഷ്ഠിതമായിരിക്കണം. ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളാണ് നമ്മൾ കയ്യിലെടുക്കേണ്ടത്. എങ്ങനെ കർത്താവ് ശത്രുവിനെ ജയിച്ചു അല്ലെങ്കിൽ പിശാചിനെ മിണ്ടാതാക്കി? ദൈവവചനമെന്ന ആയുധം, അതായത് വാൾ ഉപയോഗിച്ചാണ്. അതുപോലെ തന്നെ സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കണം. അപ്പോൾ ഇതെല്ലാമാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന സർവായുധവർഗം. നമ്മുടെ ഡ്രസ്സുണ്ട്, അതിനകത്ത് നമ്മുടെ ശിരസ്ത്രമുണ്ട്, നമ്മുടെ ചിന്തകൾ, വിശ്വാസം, വചനം, ഒരുക്കം, ഇതെല്ലാം നമുക്ക് ആയുധമാണ്. ഈ പോർക്കളത്തിൽ, വിശ്വാസത്തിൻ്റെ പോർക്കളത്തിൽ ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. ഈ സർവായുധവർഗം ഉപയോഗിച്ച് ദാവീദ് എങ്ങനെ ശത്രുവിനെ നേരിട്ട് ജയിച്ചുവോ അതിനേക്കാൾ ഉപരിയായി ഏറ്റവും ജയാളികളായി തീരത്തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം.